ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്നലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നൽകി, ഇന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിരുന്നു. അതിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഒന്ന് പറഞ്ഞു തരാമോ? അതെ, അത് ഒന്ന് എ എന്ന് പറയുന്ന ഓപ്ഷനും ഡി എന്ന് പറയുന്ന ഓപ്ഷനും നോക്കുക. രണ്ടും 1924-25 ഈ 2 വർഷവും എന്താണ്, 24 മുതൽ 25 വരെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. ആ 2 വർഷം വന്നതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. 24 മുതൽ 25 വരെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. വിശദമായ ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം: പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻകോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാര്? നിങ്ങളെ ഒരു കാര്യം കൂടി പറയാം. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം അടക്കമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ വർഷങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളും എന്ത് പഠിച്ചു വെക്കണം. വരുന്ന പരീക്ഷകളിലൊക്കെ ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കാം, കാരണം പാഠപുസ്തകത്തിൽ കൃത്യമായി തന്നിരിക്കുന്നതാണ്. അടുത്തത്: പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻകോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. ആരാണ്? കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. SCRT ആണ്. ഈ പറയുന്ന എല്ലാ SCRT ആണ് കേട്ടോ. ഇപ്പൊ തന്നിരിക്കുന്നത് SCRT ആണ്. അതുപോലെ താഴെ പറയുന്നതിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് SCRT ആണ്. ഏതാണ്? പാഞ്ചാലി ശബ്ദമാണ്. കാരണം ഇത് 3 SCRT തന്നിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥനും ബാപ്പുജിയും ഇന്ത്യയുടെ കരച്ചിലും എന്താണ്, SCRT തന്നിട്ടുണ്ട്. അടുത്ത്: ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തരം മുംബൈ. ഒന്നും ആലോചിക്കണ്ട, റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ്. നമുക്കറിയാം SCRT ആണ്. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏതാണ്? അവകാശ സംരക്ഷണമാണ്. നിങ്ങൾ ഓൾറെഡി ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഏതാണ്? അവകാശ സംരക്ഷണമാണ്. അതും പാഠപുസ്തകമാണ്. അടുത്തത് ആറാമത്തെ ചോദ്യം: സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരാണ്? നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. സതി ഇതെന്താണ്? ഇതും SCRT തന്നെയാണ്. 6 ചോദ്യം SCRT. അടുത്തത് ഏഴാമത്തത്: തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. SCRT. എട്ടാമത്തെ: മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് അല്ലെ. ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. SCRT ആണ്. ഒൻപതാമത്തെ ചോദ്യം: ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ലൂ ആണ്. ലൂ ഏതാണ്? SCRT ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് തന്നിരിക്കുന്ന 9 ചോദ്യങ്ങളും ഇനിയും വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കടന്നു വരാം, വീണ്ടും ചോദിക്കപ്പെടാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, പഠിച്ചു വെച്ചേക്കുക. 9 ചോദ്യങ്ങളും എന്താണ് ചോദിക്കും. ഇതാ ഈ സതി എന്ന് പറയുന്നതല്ല, അതിന് ശേഷമുള്ള കുറച്ചധികം ചിത്രങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കണം. ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കട്ടെ, പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾ പഠിച്ചാൽ നഷ്ടമൊന്നുമില്ലല്ലോ. ഏത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ 10th പ്രിലിംസിന് വന്നിട്ടില്ല, അടുത്തൊരു പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടാം. പത്താമത്തത്: മാരകമായ രോഗമായ നിപ്പക്ക് കാരണം. നിപ്പ എന്താണ്? നമുക്കറിയാം. നിപ്പക്ക് കാരണം എന്താണ്? അത് വൈറസ് ആണ്. നിപ്പക്ക് കാരണം വൈറസ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? വൈറസ് ആണ്. സോറി, അടുത്ത 11ാമത്തത്: ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക എന്ന് പറയുന്നതാണ് 11ാമത്തെ ഒരു ചോദ്യം. ഇന്ത്യയുടെ അതിർത്തി ക്രമപ്പെടുത്തുക. ഏതാണ് ഉത്തരം വരുന്നത്? ഉത്തരം B ആണ്. 1 C ആണ്. ഏതാണ്? കിഴക്ക്. നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇന്ത്യയുടെ ഈ ഒരു ഔട്ട്ലൈൻ എന്ന രീതിയിൽ എടുത്തു വെച്ചേക്കുക. കൂടുതൽ ഈ ഏരിയ ആയതുകൊണ്ടാണ്. ബാക്കി മാത്രമല്ല, കിഴക്ക് വരുന്നത്, ഇന്ത്യയുടെ കിഴക്ക് ഭാഗം ഇവിടെയാണ് കിഴക്ക് വരുന്നത്. ആ കിഴക്കുള്ളത് എന്താണ്? ഹിമാലയൻ കിഴക്കാണോ? അല്ല. ഇന്ത്യൻ മഹാസമുദ്രം കിഴക്കാണോ? അല്ല. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ. ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. ബേ ഓഫ് ഓഷ്യൻ ആണ്. ബേ ഓഫ് ബംഗാൾ ആണ്. ബേ ഓഫ് ബംഗാൾ. അതുപോലെ ഇവിടെ അറബിക്കടൽ, ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ, ഏറ്റവും മുകളിൽ ഹിമാലയം, ഏറ്റവും മുകളിൽ ഹിമാലയം. ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പം ഇതെന്താണ്? ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് തെക്ക്, ഇത് വടക്ക്. ഈ ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. അതങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കിഴക്ക് വരുന്നത് ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ 1 C. അപ്പോൾ 2 പടിഞ്ഞാറ് വരുന്നത് അറബിക്കടലാണ്. പടിഞ്ഞാറ് 2 D. അത് 3 തെക്ക് വരുന്നത്, തെക്ക് എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. B. 3 B. 4 വടക്ക് വരുന്നത് ഹിമാലയ, 4 A. ആ ഉത്തരം കിട്ടി നമുക്കിത് വളരെ എളുപ്പത്തിൽ അത് കിട്ടും. അടുത്തത്: ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? സമതലങ്ങളാണ്. നമ്മുടെ ഉത്തരേന്ത്യൻ സമതലങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ സമതലങ്ങളാണ് ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത്: ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? അത് ഡക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. ഇതെല്ലാം SCRT ആണ് കേട്ടോ.
SCERT ആണ്. അടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം അത് ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ, SCERT. അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. കൽക്കരി തന്നിട്ടുണ്ട്, വേലിയോർജ്ജം തന്നിട്ടുണ്ട്, ജൈവവാതകം തന്നിട്ടുണ്ട്, പെട്രോളിയം ഉണ്ട്, സൗരോർജ്ജം. എന്താണ് ചോദ്യം? പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഇത് കൽക്കരി പുനഃസ്ഥാപിക്കാൻ പറ്റൂ? ഇല്ല. പിന്നെ വേലിയോർജ്ജം, ജൈവവാതകം, പെട്രോളിയം, ഇതിലേതാ? രണ്ട്. വേലിയോർജ്ജം പറ്റും, ജൈവവാതകം പറ്റും, സൗരോർജ്ജം പറ്റും. വേലിയോർജ്ജം പറ്റും, ജൈവവാതകം പറ്റും, പെട്രോളിയം പറ്റും? ഇല്ല. സൗരോർജ്ജം. പെട്രോളിയം കൽക്കരിയും എന്താണ്? പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതല്ല, ചെലവ് കുറഞ്ഞതല്ല, പുനഃസ്ഥാപന ശേഷിയുള്ളതുമല്ല. ഇത് മൂന്നുമാണ്. അപ്പോൾ 2, 3, 5 ആണ് ഉത്തരം എന്ന് പറയുന്നത്. SCERT ആണ്. അടുത്ത താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏത്? ഖാരിഫ്, റാബി, സെയ്ദ്, ഈ 3 വിളകൾ ഏതാണെന്ന് കൃത്യമായി പഠിക്കുക. SCERT ബോക്സിൽ അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. ഇതിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതൊക്കെയാണ്? ഗോതമ്പ് ഖാരിഫ് വിളയാണോ? ഖാരിഫ് വിള അല്ല, ഖാരിഫ് വിള അല്ല. പിന്നെ നമുക്ക് കടുക് ഖാരിഫ് വിളയാണോ? അല്ല. പിന്നെ പുകയില ഖാരിഫ് വിളയാണോ? അല്ല. പിന്നെയുള്ളത് ഏതാണ്? പഴവർഗ്ഗങ്ങൾ. സെയ്ദിലാണ് പഴവർഗ്ഗങ്ങൾ വരുന്നത്. 8 അല്ല. അപ്പോൾ ഗോതമ്പും കടുകും പുകയിലയും പഴവർഗ്ഗങ്ങളും അല്ല. പകരം നെല്ല്, ചോളം, പരുത്തി, ചണം, കരിമ്പ്, നിലക്കടല, ഇതെന്താണ്? ഖാരിഫ് വിളകളാണ്. നെല്ലുണ്ട്, ചോളമുണ്ട്, പരുത്തിയുണ്ട്, ചണമുണ്ട്, കരിമ്പുണ്ട്, നിലക്കടലയുണ്ട്. അപ്പം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. 2, 3, 4, 8. SCERT പറയണ്ട, SCERT ആണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി, SCERT. അടുത്ത കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഇത് ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയവ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണുള്ളത്. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികൾ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിൻ്റെ അളവ് കുറയും. ഏതാണ്? ഇത് 1C ആണ്, ബന്ധമില്ലാത്തത്. കരിമ്പ് ഉൽപ്പാദനം ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണ് ഉള്ളത് എന്നുള്ളത് തെറ്റാണ്. ഇത് എന്താണ്? SCERT. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികൾ, SCERT. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്നാണ്? 2023 ജൂൺ 14. SCERT നമുക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42-ാം ഭരണഘടനാ ഭേദഗതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്ര. ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്? എത്രയോ ചോദ്യങ്ങൾ, എത്രയോ തവണ വന്നത്. 1947 ജൂലൈ 22. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ചോദ്യം ക്യാൻസലാണ്. അടുത്തത് ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? സത്യമേവ ജയതേ. മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം? അത് ആനയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 2005. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകളാണ്. ഏതാണ്? 4A, പാർട്ട് 4A. 30 റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം? അതേതാണ്? 226. 32 സുപ്രീം കോടതിക്കും. INA രൂപീകരിച്ചത് ആരാണ്? INA രൂപീകരിച്ചത്? ഇന്ത്യൻ നാഷണൽ ആർമി. INA രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഇവിടെ INA രൂപീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് എന്നാണ്. പക്ഷേ നമ്മൾ റാഷ് ബിഹാരി ബോസ് ആണ് INA രൂപീകരിച്ച് പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തെന്നും അല്ലാതെ 1942 മോഹൻ സിംഗ് ആണ് INA രൂപീകരിച്ചു എന്ന് 2 വാദമുണ്ട്. പക്ഷേ ഇവിടെ ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കാണിക്കുന്നത്. ഓക്കെ. 32 ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൻ പ്രഭുവാടെ, SCERT ആണ്. ഓക്കെ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ശാരദാ സദൻ. ഏതാണ്? SCERT ആണ്. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISR രൂപീകൃതമായ വർഷം 1969. SCERT. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. SCERT. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. SCERT. ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. SCERT. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആരാണ്? ഇതിൽ VP മേനോനാണ്. SCERT. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത്? അത് ദാദാഭായ് നവറോജിയാണ്. SCERT. 39 ചോദ്യം. അല്ലെങ്കിൽ കപ്പലോട്ടിയ തമിഴ് എന്ന പേരിൽ അറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. SCERT. ഇത്രയും 40 ചോദ്യങ്ങൾ SCERT എന്ന് വന്ന് നിങ്ങൾ നോക്കുക. 40 ചോദ്യങ്ങൾ SCERT. 40 മാർക്കാണ് SCERT പഠിച്ചാൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ? അത് PJ ആന്റണി. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത? MD വത്സമ്മ.
പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? കുന്തിപ്പുഴ. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിന് അവശേഷിപ്പുകളാണ്? നവീന ശിലായുഗം. വീണ്ടും SCRT. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല? കണ്ണൂർ. SCRTയിലുണ്ട് പോയിന്റ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? 1984. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല? വയനാട്. 84ലാണ് സൈലന്റ് വാലി പ്രഖ്യാപിക്കപ്പെട്ടത്. പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞതാണ് 85. ആര്? രാജീവ് ഗാന്ധി. പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. മറന്നു പോയത്. ബാണാസുര സാഗർ വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം? അത് കഞ്ചിക്കോട് കാറ്റാടിപ്പാടമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ? ഷൊർണൂരാണ്. അടുത്തത്, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത്? വൈകുണ്ഠസ്വാമികൾ. SCRTയിലുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് പ്രഖ്യാപനം നടത്തിയത്? അയ്യങ്കാളി. SCRT. സവർണ ജാഥ ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. SCRT. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. SCRT. താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെത് അല്ലാത്തത് ഏതാണ്? ജാതിക്കുമ്മി. SCRT. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി? ഗൗരി പാർവതിബായി. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം. ഇത് രചിച്ചത്? സർദാർ KM പണിക്കർ. SCRT. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? ആനി ബസന്റ്. SCRT. പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കുമാരഗുരുദേവൻ. SCRT. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തുന്ന ഒരേയൊരു മലയാളി? ചേറ്റൂർ ശങ്കരൻ നായർ. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം? മെനിഞ്ചസ്. SCRT. ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ്? അത് ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ. SCRT. അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. SCRTയിലുണ്ട്. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? അത് തെന്നി നീങ്ങുന്ന സന്ധിയാണ്. SCRT. ഇതിൻ്റെയൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ പിന്നെ തരും കേട്ടോ. നമ്മളിപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ അവറിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തും. പേടിക്കണ്ട, ഞാനത് പറഞ്ഞു പോകുന്നതന്നേ ഉള്ളൂ. കാരണം ഇത് നമ്മുടെ ഓൾറെഡി നൽകിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതുകൊണ്ടാണ്. അടുത്തത്, കേരളത്തിൽ ശിശു മാതൃ മരണനിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏതു പേരിൽ അറിയപ്പെടുന്നു? ശലഭം പദ്ധതിയാണ്. ശലഭം പദ്ധതി ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാമാണ്. പരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കഴ്സന്റെ പുസ്തകം? നിശബ്ദ വസന്തം. SCRT. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. SCRT ആണ് ഇതെല്ലാം. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം ഏതാണ്? പരിസ്ഥിതി പുനഃസ്ഥാപനമാണ്. ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനമാണ് ഏഴോം. അടുത്ത, ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇത് 1, 3 ശരിയായ ജോഡി. ഓക്കെ. SCRT ആണ്. അലൂമിനിയത്തിന്റെ അയിരാണ് കലാമിൻ. ഏതാണ്? സിങ്കിന്റെയാണ്. സിങ്ക്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ്. SCRT ആണ്. ജലത്തിലെ ഘടകമൂലകങ്ങൾ ഹൈഡ്രജനും ഓക്സിജനുമാണ്. H2O നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അത് SCRT ആണ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം? PVC. SCRT. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? വികിരണം. SCRT. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതയല്ലാത്തത് ഏതാണ്? 2, 3 മാത്രമാണ്. പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 27 ദിവസമാണ്. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏത് തരം ചലനമാണ്? വർത്തുള ചലനം. ഇതെല്ലാം SCRT ആണ്. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ? നീരാവിയാണ്. ഓക്കെ. 80 ചോദ്യങ്ങളാണ് സയൻസ്, GK, കറണ്ട് അഫയേഴ്സ് ഏരിയയിൽ വന്നിരിക്കുന്നത്. ആ 80 നിങ്ങൾ നോക്കുക, 65+ ചോദ്യങ്ങൾ എന്താണ്? SCRT ചോദ്യങ്ങളാണ്. SCRT ചോദ്യങ്ങളാണ്. നിങ്ങൾ അന്ന് കൃത്യമായി SCRT പഠിച്ചിരുന്നെങ്കിൽ ഈ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമായിരുന്നില്ലേ? ചിന്തിച്ചു നോക്കുക. SCRTയുടെ ഗുണം അതാണ്. ഓക്കെ. ഇനി 81ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം A ആണ്. 60, 87 ആണ്. ഉത്തരം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നമ്മളിത് ക്യൂസ് സോണിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞതിൻ്റെയും ഇതിൻ്റെയും നൽകുന്നതായിരിക്കും. അടുത്തത് 82ാമത്തത് ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ D ആണ് ഉത്തരമായിട്ട് വരുന്നത്. 83 എന്ന് പറയുന്നത് ഓപ്ഷൻ C 7/16 ഉത്തരം. 84 ഓപ്ഷൻ A 0.152 ആണ്. 85ന്റെ ഉത്തരം എന്ന് പറയുന്നത് 5/6 ആണ്. 86ാമത്തതിന്റെ ഉത്തരം 13 ആണ്. 87ാമത്തതിന്റെ ഉത്തരം 14 ആണ്. 88ാമത്തതിന്റെ ഉത്തരം 8 സെക്കൻഡ് ആണ്. 89ന്റെ ഉത്തരം A 4 ആണ്. 90ാമത്തതിന്റെ ഉത്തരം
2.1 ഡി ആണ്. 91-ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്, ബി 4. 92-ാമത്തെ ഉത്തരം എത്രയാണ്? 29 ഡി ആണ്. 93 കിലോഗ്രാം ആണ്. അതായത് റോഡ് കിലോമീറ്റർ ശർക്കര എന്നുള്ളത്, റോഡ് കിലോമീറ്റർ ശർക്കര കിലോഗ്രാം തൂക്കമാണ് അത്. കൂട്ടത്തിൽ പെടാത്തത് 94 എന്നുള്ളത് സി 15 ആണ്. 95-ാമത്തെ ഉത്തരം എ ആണ്, 6 ആണ്. 96-ാമത്തെ ഉത്തരം സി ആണ്, 21 ആണ്. 97-ാമത്തത് ന്യൂനകോണാണ്. 98 കോടുഭാഷയിൽ കാറ്റിന് 24 എന്ന് എഴുതിയാൽ അതിൻ്റെ ഉത്തരം 39 ആണ്. 99-ന്റെ ഉത്തരം സി ആണ്, 125. 100-ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഡി, ശനി എന്നതാണ്. അപ്പോൾ ഈ 100 ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു പരീക്ഷയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 100 ചോദ്യങ്ങൾക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. ആ രീതിയിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകൾ ഓരോ ദിവസവും നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക്, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി നമുക്ക് തഴക്കവും വഴക്കവും വരണം. നെഗറ്റീവ് പരമാവധി ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്നത് 5 മാർക്കാണെങ്കിലോ 10 മാർക്കാണെങ്കിലോ ആരും നിങ്ങളെ കളിയാക്കുകയോ പറയുകയൊന്നുമില്ല. നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് നിങ്ങൾക്ക് 10 മാർക്ക് ഇന്ന് കിട്ടിയെങ്കിൽ നാളെ അത് 15ഓ 20ഓ ആക്കാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ അവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഠനത്തിൻ്റെ ശേഷി നിലവാരം ഉയരുകയാണെന്ന് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് മാർക്ക് ഏറ്റവും സ്ഥിരമായി കോൺസ്റ്റൻ്റായി ഒരു 60-ന് മുകളിലേക്ക് നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിലവാരം ഉയർത്തുന്നുണ്ട്. ആ 60 എന്നൊരു പിന്നീട് 80+ മാറ്റാനും നിങ്ങൾ ശ്രമിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കൃത്യമായ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി ശീലിക്കുക, തരുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക. അങ്ങനെയാണ്. കാരണം ഇതിലൊക്കെ ഈ പറയുന്ന ഇപ്പം നമ്മൾ 2 ദിവസം കൊണ്ട് 200 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. 200 ചോദ്യങ്ങളാണ് 2 ദിവസം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ 200 ചോദ്യങ്ങളിൽ ചിലപ്പോൾ ഒരു 30 ചോദ്യങ്ങളും അങ്ങനെ വീണ്ടും ചോദിക്കൽ ആവർത്തിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. 30 ചോദ്യങ്ങൾ വരെ ആവർത്തിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അടുത്തൊരു പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 30 മാർക്ക് വളരെ ഈസിയായി ലഭിക്കും. ഇങ്ങനെ നിങ്ങൾ 10 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കതിൽ 1000 ചോദ്യങ്ങളുണ്ട്. 1000 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിൽ 15 എണ്ണം കിട്ടിയാൽ അത്ര 1000 ഒരു ചോദ്യ പേപ്പറിൽ 10 ചോദ്യ പേപ്പറിൽ 150 ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. 150 ചോദ്യങ്ങൾ നമുക്ക് വേണോ? 100 ചോദ്യമാണ് നമുക്ക് വരൂ. ആ 100 എണ്ണത്തിൽ 80 എണ്ണമാണ് GK. ആ 80 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 60+ മാർക്ക് 80-ൽ കിട്ടും. പിന്നെ കണക്കുകൾ ചെയ്ത് 20 മാർക്ക് ചെയ്ത് നമുക്ക് ഏറ്റവും കൂടുതൽ 15+ കണക്ക് ചെയ്ത് പഠിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ 75 മാർക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്താണ് ഒന്നും പഠിക്കാതെ ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഒക്കെ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ മാർക്കം കയറും. അത് നിങ്ങളെ ബൂസ്റ്റിംഗ് എന്താണ് നിങ്ങളെ വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം ലഭിക്കും എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. ഇങ്ങനെ കട്ടക്ക് കൂടെ നിൽക്കാൻ നമ്മളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? കൂടെ നിൽക്കുക. നമുക്ക് 80 പേര് അത്ര കണ്ടാൽ മതിയാണ്. നമുക്ക് തിരക്കൊന്നുമില്ല. നമ്മളിത് ഒരു എന്താ പറയുക ഈ ഇത്ര ആൾ കണ്ടിട്ട് മാസം വരുമാനം കിട്ടുന്ന ഒരു ചാനലൊന്നുമല്ല. എനിക്കിപ്പം ഞാൻ പറയും ഒരു 5 മാസം 6 മാസം കൂടുമ്പോഴൊക്കെയാണ് ഒരു 10,000 രൂപയൊക്കെ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് എന്താണ് ചുമ്മാ നമുക്ക് ഇത്രയും ദിവസം ചെയ്ത് ഇരിക്കുന്നതിൻ്റെ എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് വലിയ വ്യൂസും കാര്യങ്ങളുള്ള ചാനൽ, എന്നാൽ അത്യാവശ്യം കുറച്ച് വ്യൂസൊക്കെ ഉണ്ട്. നമ്മളെ കൂടെ നിൽക്കുന്ന കട്ടക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുക? കൃത്യമായി ജയിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് അവർ പഠിക്കുക. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാ ദിവസവും നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ശനിയും ഞായറും ഒഴിവായിരിക്കും. ശനിയും ഞായറും ഡെയിലി ന്യൂസ് അനാലിസിസ് മാത്രമായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മളിത് പ്രൊവൈഡ് ചെയ്യും. 5 ദിവസങ്ങൾ നിങ്ങൾക്ക് തരും. ഈ 2 ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടി എടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.